Hi friends, welcome back to CMS Creations. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടിട്ട് മാത്തമാറ്റിക്സിൽ സർക്കിൾസ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള PYQ ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സർക്കിൾസിന്റെ ലാസ്റ്റ് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അഥവാ ഏരിയ ഓഫ് സർക്കിൾ, പെരിമീറ്റർ ഓഫ് സർക്കിൾ, ലെങ്ത് ഓഫ് ആർക്ക് ആൻഡ് ഏരിയ ഓഫ് സെക്ടർ. ഇതിനു മുമ്പ് നമ്മൾ കുറച്ച് സർക്കിളിന്റെ ഭാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത എല്ലാ സിലബസ് വീഡിയോസിന്റെയും അതേപോലെ PYQ ക്വസ്റ്റ്യന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് അത് കാണാം. ഇന്ന് നമ്മൾ സർക്കിളുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള PYQ ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. In the figure, O is the center of the circle. If angle AOC equal to 100 degree, then what is the measure of ABC? AOC 100 degree ആണെന്നുണ്ടെങ്കിൽ ABC എത്രയാണ്? ABC എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എത്രയാണ്? ഓക്കെ, നമുക്കറിയാം ആൻസർ കാണുന്നതിന് മുമ്പ് സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിന്റെ പകുതി ആയിരിക്കും സർക്കിൾ. ഓക്കെ, അപ്പോൾ AC എന്ന് പറയുന്ന ഈ പോയിന്റ് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ 100 ആണ്. അപ്പോൾ ആ എയിൽ നിന്നും സിയിൽ നിന്നും സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, ആ സെൻട്രൽ ആംഗിളിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അതിന്റെ പകുതി ആയിരിക്കും. അപ്പൊ ഇവിടെ എന്ത് വരും? 50 വരും അല്ലെ? 100ന്റെ പകുതി 50. ഇനി ഒരു രണ്ട് പോയിന്റുകൾ, ഒരു സർക്കിളിലെ രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്യുന്ന ലൈനാണ് കോഡ്. ഒരു കോഡ് സർക്കിളിനെ രണ്ട് ഭാഗങ്ങളാക്കും. ആ രണ്ട് ഭാഗത്ത് ഉണ്ടാക്കുന്ന കോണുകൾ കൂട്ടിയാൽ എന്താ കിട്ടുക? 180 ആണ് കിട്ടുക. അപ്പൊ D 50 ആണെന്നുണ്ടെങ്കിൽ ABC എന്തായിരിക്കും? 130 ആയിരിക്കും. കാരണം 180യിൽ നിന്ന് 50 മൈനസ് ചെയ്താൽ 130 ആണ് കിട്ടുക. ഓക്കെ, ADB, നോട്ട് ADB, ADC ട്ടോ, നോട്ട് ADB, ADC. Then ABC equal to 180 minus 50, it's 130. Option C. Then what is the area of the shaded region in the figure? ഈ ഫിഗറിൽ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ, അതായത് മുകളിൽ കാണുന്ന ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ മാത്രം ഏരിയയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതെങ്ങനെയാ കാണുക? ടോട്ടൽ സെക്ടറിൽ നിന്നും, അതായത് ഇങ്ങനെ വരുന്ന, ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് പുറത്ത് കാണുന്ന ഈ വലിയ സെക്ടറിൽ നിന്നും ഇതിലിങ്ങനെ പോയിട്ട് ഇങ്ങനെ വരുന്ന ചെറിയ സെക്ടറിന്റെ ഏരിയ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഈ ഭാഗം കിട്ടൂലേ അല്ലെ? അപ്പൊ ആദ്യം നമ്മൾ വലിയ സെക്ടറിന്റെ ഏരിയയും കാണണം, ചെറിയ സെക്ടറിന്റെ ഏരിയയും കാണണം. റേഡിയസും തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ സെൻട്രൽ ആംഗിളും തന്നിട്ടുണ്ട്. എന്താണ് സെക്ടറിന്റെ ഏരിയ കാണാൻ ഇക്വേഷൻ? ഏരിയ ആണ് കേട്ടോ. πr² ഇൻടു x/360. ലാർജ് സെക്ടറിന്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ? ഇതാണ് റേഡിയസ്, 5 ആണ്. സെൻട്രൽ ആംഗിൾ രണ്ടിനും 60 തന്നെയാണ് കേട്ടോ. അപ്പൊ π ഇൻടു 5² ഇൻടു 6/360. 6/360 വെട്ടുമ്പോ 0 0 പോവും. ഇവിടെ 1 6 6 6 36. ഓക്കെ, അപ്പൊ നമുക്ക് 1/6 എന്ന് കിട്ടും. 5ന്റെ സ്ക്വയർ 25 ആണ്. അപ്പൊ 25 π/6 എന്ന് കിട്ടും അല്ലെ? 25 ഇൻടു π 25 π. അപ്പൊ 25 π ഇൻടു 1 25 π/6. ഇനി സ്മോൾ സെക്ടറിന്റെ റേഡിയസ് 3 ആണ്. ഇക്വേഷൻ πr² ഇൻടു x/360. അപ്പൊ π ഇൻടു 9² ബൈ 60 ഇൻടു 360. 60 ഇൻടു 360 ചെയ്യുമ്പോൾ 1/6 കിട്ടും. then 3ന്റെ സ്ക്വയർ 9 ആണ്. അപ്പൊ 9 π/6 എന്ന് കിട്ടും. ഇനി വലിയ സെക്ടറിൽ നിന്നും ചെറിയ സെക്ടർ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പൊ 25 π/6ൽ നിന്നും 9 π/6, ഡിനോമിനേറ്റർ സെയിം അല്ലേ? ഛേദങ്ങൾ താഴെയുള്ള സംഖ്യകൾ സെയിം ആണ്. അപ്പൊ മുകളിലെ സംഖ്യകൾ തമ്മിൽ ചെയ്താൽ മതി. 25 9 പോയാൽ 16 കിട്ടും. 16/6. 16/6 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിലുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ചെറുതാക്കാം അല്ലെ? 2നെ 16നെ ചെയ്യുമ്പോൾ 8 കിട്ടും, 6നെ ചെയ്യുമ്പോൾ 3 കിട്ടും അല്ലെ? രണ്ടിനെയും 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു. 16ന്റെ പകുതി 8, 6ന്റെ പകുതി 3. 8/3 ഉണ്ടോ? ആ ഉണ്ട്. 8/3 π. ഓക്കെ, 8/3 π അല്ലെങ്കിൽ 8π/3, രണ്ട് രീതിയിലും പറയാം കേട്ടോ. ഇനി in the figure, O is the circumcenter of the circle ABC. If AOC equal to 120 and AOB equal to 100, then what is the measure of BAC? ഈ ടോട്ടൽ ആംഗിൾ ആണ് ചോദിച്ചുള്ളത് കേട്ടോ. BAC നമുക്കറിയാം. ഞാൻ ഇവിടെ ഈ ബിയും സിയും സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലെ? ബിയും സിയും സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ കിട്ടി കഴിഞ്ഞാൽ അതിന്റെ പകുതി ആയിരിക്കും സർക്കിളിൽ വരുന്നത്. BC എന്ന് പറയുന്ന കോഡ്.
ഈ 3 ആംഗിളുകൾ കൂടുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഒരു സർക്കിളിന്റെ ആംഗിൾ അല്ലേ കിട്ടുക 360. അപ്പൊ 360 ഇത് രണ്ടും കൂട്ടിയിട്ട് മൈനസ് ചെയ്താൽ പോരെ. 100 120 കൂട്ടിയാൽ 220 കിട്ടും. 360 220 പോയാൽ 140. അപ്പൊ ഇവിടെ 140 ആണെങ്കിൽ അതിന്റെ പകുതി ആയിരിക്കും എവിടെ വരിക? സർക്കിളിൽ വരിക, അഥവാ 70. Then a rod bent into an angle is placed with a corner at the center of the circle. Then 1/6 of the circle lies within it. What is the rod when this rod is placed with its corner on another circle? Part of the circle lie within it is. അതായത് നമുക്കിവിടെ ചിത്രം തന്നിട്ടില്ല. ക്വസ്റ്റ്യൻ പറയുന്നത് എങ്ങനെയാണ്? ഒരു സർക്കിളില്, ഇപ്പൊ ചിത്രം കാണിക്കുന്നതിന് നമുക്ക് റഫ് ആയിട്ടൊന്ന് വരക്കാം. ഒരു സർക്കിളിന്റെ സെന്ററിൽ ഒരു കോഡ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ ആ സർക്കിളിന്റെ 1/6 ഭാഗം ആ കമ്പിക്കുള്ളിലായി. ഓക്കെ, അപ്പൊ ഈ 1/6 സർക്കിളിന്റെ 1/6ന്റെ 1/6 ഭാഗം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ സെൻട്രൽ ആംഗിൾ ഒന്ന് കണ്ടുനോക്കാം. സെൻട്രൽ ആംഗിളും ഈ ആർക്ക് ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോസ് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ ഈ 360 ടോട്ടൽ ആംഗിൾ 360 ആണ്. ആ 360ന്റെ എത്ര ഭാഗമുണ്ട് 1/6 നോക്കിയാൽ മതി അല്ലെ. അപ്പൊ ഇവിടുന്ന് 36നെ 6 ഡിവൈഡ് ചെയ്യുമ്പോൾ 6 അഥവാ 60 എന്ന് കിട്ടും. ഓക്കെ, എത്ര കിട്ടും? 60 കിട്ടും. ഇനി ഈ കോഡിനെ അഥവാ ഈ കമ്പിയെ എന്ത് ചെയ്തു? വേറൊരു സർക്കിളിന്റെ ഒരു അറ്റത്ത് കൊണ്ടുപോയി വെക്കാണ് ഇങ്ങനെ. അപ്പൊ ഇവിടെ 60. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സർക്കിളിന്റെ എത്ര ഭാഗത്തിൽ വരും എന്നാണ് കണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങനെ സെന്ററിലോട്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ആംഗിൾ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ റേഷ്യോ കണ്ടാ പോരെ. ഇത് 60 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരും? 120 വരൂലേ അല്ലെ. ഇങ്ങനെ വരും. ഇവിടെ 60 എന്ന് കിട്ടി നമുക്ക്. ചിത്രം അവിടെ വരച്ചിട്ടുണ്ട്. 60 എന്ന് കിട്ടി. സെൻട്രൽ ആംഗിൾ 60 കിട്ടി. ഇനി ഈ കോഡിനെ ഞാൻ നേരെ മറ്റൊരറ്റത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ കൊണ്ടുവന്നു നോക്കുമ്പോ ഇവിടെ 60 ആണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തേക്ക് എന്ത് വരും? ഇത് സെൻട്രൽ ആംഗിൾ അല്ലേ അല്ലെ. സർക്കിളിൽ 60 ആണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ആംഗിൾ 120. ഇനി ഈ 120 360ന്റെ എത്ര ഉണ്ട് നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞു സെൻട്രൽ ആംഗിളും ആർക്ക് ലെങ്ത്തും ഒരേ റേഷ്യോയിലായിരിക്കും. ഈ 120 360ന്റെ എത്ര ഉണ്ട് നോക്കിയാൽ മതി അല്ലെ. 1/3 കിട്ടും. അപ്പൊ ഓപ്ഷൻ സി 1/3 ഭാഗമായിരിക്കും സർക്കിളിനുള്ളിൽ വരിക. അതായത് ഈ ആർക്കിനുള്ളിൽ ഇവിടെ വരുന്ന ഈ ഭാഗം 1/3 ആയിരിക്കും. In the figure, O is the center of the circle. A, B, C, D are the points on it. BCD equal to 130. What is the measure of BOD? BOD എന്ന് പറയുന്ന ഈ മെഷർ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. തൊട്ട് മുമ്പ് നമ്മൾ വേറെ ഒരെണ്ണം ചെയ്തു. BOD തന്നിട്ട് BCD ചോദിക്കുന്നത് ചെയ്തു അല്ലെ. ഇവിടെ നേരെ തിരിച്ചാണ്. അപ്പൊ ഇവിടെ 130 ആണ്. നമുക്കറിയാം ഈ രണ്ട് ആംഗിളുകൾ കൂട്ടുമ്പോൾ 180 കിട്ടും. കാരണം BD എന്ന് പറയുന്ന കോഡ് സർക്കിളിനെ രണ്ടാക്കിയിട്ട് വായിക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് ഭാഗത്തുള്ള കോണുകൾ കൂട്ടുമ്പോൾ 180 കിട്ടും. അപ്പൊ ഇവിടെ 130 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര ഉണ്ടാവും? 50 ഉണ്ടാവും അല്ലെ. 130 50 ആണ് 100. ഇവിടെ 50 ആണെന്നുണ്ടെങ്കിൽ സർക്കിളിൽ 50 ആണെന്നുണ്ടെങ്കിൽ സെൻട്രൽ എന്തായിരിക്കും? അതിന്റെ ഇരട്ടി ആയിരിക്കും. സെൻട്രൽ ഉള്ളതിന്റെ പകുതിയാണല്ലോ സർക്കിളില്. അപ്പൊ സർക്കിൾ ഉള്ളതിന്റെ ഇരട്ടി ആയിരിക്കും സെൻട്രൽ. അപ്പൊ സെൻട്രൽ എന്ത് വരും? 100 ഡിഗ്രി. അടുത്ത് in the figure O is the center of the circle and ABC are points on it. OB ഏതാ? ഈ ആംഗിൾ OBA എന്ന് പറയുന്ന ഈ ചെറിയ ആംഗിളും സി എന്ന് പറയുന്ന ഈ വലിയ ആംഗിൾ കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും എന്നാണ് തെളിയിക്കേണ്ടത്. ഓക്കെ, ഞാനിതാ ആ ജോയിന്റുകളൊക്കെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഇവിടെ ഈ രണ്ട് ആംഗിളുകൾ എക്സ് വരാനുള്ള കാരണം എന്താ? OBയും റേഡിയസ് ആണ്, OAയും റേഡിയസ് ആണ്. അപ്പൊ ഒരു ട്രയാംഗിളിന്റെ രണ്ട് വശങ്ങൾ തുല്യമാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കോണും എന്തായിരിക്കും? തുല്യമായിരിക്കും. OBA എന്ന് പറയുന്ന ത്രികോണത്തില്. അതേപോലെ തന്നെ ഇവിടെ എന്താണ്? വൈയും വരും. കാരണം OCA എന്ന് പറയുന്ന ട്രയാംഗിൾ ഏതൊക്കെയാ? OCA എന്ന് പറയുന്ന ട്രയാംഗിളില് OA എന്ന് പറയുന്നത് റേഡിയസ് ആണ്, OC എന്ന് പറയുന്നത് റേഡിയസ് ആണ്. അപ്പൊ രണ്ട് വശങ്ങൾ തുല്യമാണെന്നുണ്ടെങ്കിൽ രണ്ട് കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഐസോസിലസ് ട്രയാംഗിൾ. അപ്പൊ ഇവിടെ y എന്ന് വരും. അതേപോലെ തന്നെ ഇവിടെ z എന്ന് വരും. ഓക്കെ, ഇനിയും നമുക്കറിയാം സം ഓഫ് ആംഗിൾ എന്ന് പറയുന്നത് 180 ആണ്. ഈ ABC എന്ന് പറയുന്ന ഈ വലിയ ത്രികോണം, ഈ കാണുന്ന ABC എന്ന് പറയുന്ന ഈ വലിയ ത്രികോണത്തിന്റെ കോണുകൾ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 180 കിട്ടും. അഥവാ ഈ രണ്ട് കോണുകൾ ഏതൊക്കെയാ? ഇവിടുന്ന് തുടങ്ങി ഞാൻ x z y അല്ലെങ്കിൽ x y z എല്ലാ രീതിയിലും പോകുന്നുണ്ടല്ലോ. 2x ഉണ്ട്, 2y ഉണ്ട്, 2z ഉണ്ട്. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 180 കിട്ടും. കാരണം ട്രയാംഗിൾ ABC എന്ന് പറയുന്ന ആംഗിൾ ആണത്. ട്രയാംഗിളിന്റെ കോണുകളാണ് x അല്ലെങ്കിൽ ഇങ്ങനെ എടുത്താലും മതി. A B C
എ എന്ന് പറഞ്ഞാൽ എന്താ എക്സും വൈയും, ബി എന്ന് പറഞ്ഞാലോ എക്സും സെഡും, സി എന്ന് പറഞ്ഞാലോ വൈയും സെഡും. അപ്പോഴും നമുക്ക് കിട്ടും എന്ത് 2x-ഉം 2y-ഉം 2z-ഉം. എല്ലാത്തിനും ഒരു 2-നെ പുറത്തെടുത്തു, എല്ലാത്തിനും ഒരു 2-നെ പുറത്തെടുത്തു. ഇനി ഈ 2-നെ എന്ത് ചെയ്യാം ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പൊ x plus y plus z equal to എന്ത് കിട്ടും 180/2 x plus y plus z equal to 90 എന്ന് കിട്ടും. x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിൾ അല്ലേ, അതിന്റെ പേരെന്താ OBA അല്ലെ. x എന്ന് പറഞ്ഞാൽ കിട്ടി OBA എന്ന് പറയുന്ന ഈ ചെറിയ ആംഗിൾ ആണ്. ഇനി y plus z എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂട്ടുന്നല്ലേ, നമ്മുടെ c എന്ന് പറയുന്ന ടോട്ടൽ ആംഗിൾ അല്ലേ. അപ്പോ OBA-യും c-യും കൂട്ടി എത്ര കിട്ടും 90 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി. ഓക്കെ. A chord is drawn at a distance of 6 cm from the center of the circle having radius 10 cm. The length of the chord is. അതായത് ഒരു കോഡ് ഞാൻ ചിത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് റഫ് ആയിട്ടൊന്ന് വരയ്ക്കാം, എന്നിട്ട് നമുക്ക് റെഗുലർ ചിത്രത്തിലോട്ട് പോകട്ടോ. ചിത്രം റഫ് ആയിട്ട് തന്നെ വരച്ചിട്ടില്ല, നമ്മൾ കൈയായിട്ട് ഇങ്ങനെ വരക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് വരക്കണല്ലോ. കറക്റ്റ് മറ്റത് കറക്റ്റ് സർക്കിൾ ആയിട്ട് വരച്ച് കാണിച്ചു തരും. ഓക്കെ. എ കോഡ് ഈസ് ഡ്രോൺ അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം 6 cm ഫ്രം ദ സെന്റർ ഓഫ് ദ സർക്കിൾ. സർക്കിളിന്റെ സെന്ററിൽ നിന്നും 6 cm അകലെ ഒരു കോഡ് വരച്ചിട്ടുണ്ട്. ഓക്കെ. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അകലം 6 ആണ്. ദെൻ റേഡിയസ് എന്ന് പറയുന്നത് 10 ആണ്. ഒരു സർക്കിളിന്റെ സെന്ററിൽ നിന്നും 6 cm അകലെ ഒരു കോഡ് വരച്ചിട്ടുണ്ട്. സർക്കിളിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് 10 ആണ്. അപ്പൊ ആ ചിത്രം ഇങ്ങനെ വരും. ലെങ്ത് ഓഫ് ദി കോഡ്, കോഡിന്റെ ലെങ്ത് കാണാനാണ് ഈ ലെങ്ത് കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഡബിൾ എടുത്താൽ മതി. സെന്ററിൽ നിന്നും കോഡിലേക്ക് വരക്കുന്ന ലംബം കോഡിനെ ബൈസെക്ട് ചെയ്യും, തുല്യമായിട്ട് ഭാഗം. അപ്പൊ ഈ നീളവും ഇവിടെ ഇങ്ങോട്ടുള്ള നീളം എന്തായിരിക്കും തുല്യമായിരിക്കും. അപ്പൊ ഈ ഒരു നീളം കിട്ടിയാൽ മതി. ഇവിടെ നമുക്ക് പൈതഗോറസ് തിയറം യൂസ് ചെയ്തൂടെ. 90-ന് ഓപ്പോസിറ്റിലാണ് ഹൈപ്പോട്ടനസ് സ്ക്വയർ. അപ്പൊ h സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. എച്ചിന്റെ സ്ഥാനത്ത് ഞാൻ 10 കൊടുത്തു. അപ്പൊ 10-ന്റെ സ്ക്വയർ ഈക്വൽ ടു 6-ന്റെ സ്ക്വയർ പ്ലസ് b സ്ക്വയർ. 10-ന്റെ സ്ക്വയർ 100 ആണ്, 6-ന്റെ സ്ക്വയർ 36 ആണ്. ഇനി 36-നെ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൊ 100 മൈനസ് 36 64 കിട്ടും. b സ്ക്വയർ 64 ആണെന്നുണ്ടെങ്കിൽ b എന്തായിരിക്കും സ്ക്വയർ കളയാൻ റൂട്ട് എടുക്കണം. അപ്പൊ b ഈക്വൽ ടു റൂട്ട് 64. 64-ന്റെ റൂട്ട് എത്രയാ 8. അപ്പൊ b കിട്ടിയില്ലേ. ഈ നീളം ഇവിടെ ഉള്ള നീളം 8, ഇവിടെ 8 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും 8. അപ്പൊ 8 കിട്ടും 16 സെന്റിമീറ്റർ. കോഡ് ലെങ്ത് ഓഫ് കോഡ് എത്രയാ 16 സെന്റിമീറ്റർ. ഓപ്ഷൻ ഡി. In the figure, chord AB and CD are extended to meet at P. AB equal to 4 cm, PB equal to 12 cm, PC equal to 6 cm. Then the length of chord CD. CD യുടെ നീളമാണ് നമുക്ക് കണ്ടത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നീളം. നമ്മൾ ഇങ്ങനെ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സർക്കിൾ നമ്മുടെ സിലബസ് ക്ലാസ്സിൽ പറഞ്ഞാണ് നമ്മൾ PA into PB, അതായത് വൃത്തത്തിന് പുറത്തുള്ള ഭാഗവും ടോട്ടൽ നീളവും തമ്മിലുള്ള മൾട്ടിപ്പിൾ എന്തായിരിക്കും സെയിം ആയിരിക്കും. PA into PB equal to PC into PD. PA എന്ന് പറഞ്ഞാൽ വൃത്തത്തിന് പുറത്ത്, PB എന്ന് പറഞ്ഞാൽ ടോട്ടൽ. അതെന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് അതേപോലെ തന്നെ PC എന്ന് പറഞ്ഞാൽ വൃത്തത്തിന് പുറത്ത്, PD എന്ന് പറഞ്ഞാൽ ടോട്ടൽ. ഇനി നമുക്ക് തന്നിട്ടുള്ള ലെങ്ത്തുകളൊക്കെ നമുക്കിവിടെ കൊടുക്കാം. PA നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ, PA നമുക്ക് തന്നിക്കണോ ഇവിടെ. AB നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. AB എന്ന് പറയുന്ന ടോട്ടൽ ലെങ്ത്, AB എന്ന് പറയുന്ന ലെങ്ത് ഇവിടെ 4 ആണ്, PB 12 ആണ്, അഥവാ ടോട്ടൽ ലെങ്ത് 12 ആണ്. അതിന് 4 പോയാൽ ഇവിടെ എത്ര ഉണ്ടാവും 8 ഉണ്ടാവും. ഓക്കെ. AB 4 തന്നിട്ടുണ്ട്, PB 12 ആണ്. അപ്പൊ PC എന്തായിരിക്കും PC 6 ആണ്. അതിൽ നിന്ന് PA കണ്ടുപിടിച്ചു. AB എന്ന് പറയുന്ന ടോട്ടലിന് PB മൈനസ് ചെയ്താൽ പോരെ 8. ഇനി വാല്യൂസ് കൊടുക്കുക. PA into PB equal to PC into PD. അതിൽ PDക്ക് PD തന്നെ കൊടുക്കുക. അപ്പൊ 8 into 12 equal to 6 into PD. അതിനപ്പുറത്ത് കൊണ്ടുവരുമ്പോ 12/6 ചെയ്യല്ലേ. 12/6 എത്രയാണ് 2 ആണ്. ദെൻ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ 6 പോവും 2. 12/6 2. 8 into 2 16 അല്ലെ. PD കിട്ടിയ എത്രയാ 16, അഥവാ ടോട്ടൽ ലെങ്ത് ഇവിടെ തൊട്ട് ഇതുവരെയുള്ള നീളം 16 ആണ്. അതിൽ PC നമുക്കറിയാം എത്രയാ 6. അപ്പൊ ഈ 16-ന്ന് 6 കുറച്ചാൽ പോരെ, ബാക്കി CD-യുടെ നീളം കിട്ടൂലേ. അപ്പൊ 16-ന്ന് 6 പോയാൽ 10 സെന്റിമീറ്റർ. ഓപ്ഷൻ ഡി. Which statement among the following is correct? താഴെ തന്നിട്ടുള്ളതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് ഞാൻ ഇവിടെ വരുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. ആ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് കുറിച്ച് ഐഡിയ കിട്ടും. ഈ AB എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. AB എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്, അഥവാ വ്യാസമാണ്. ഒരു വ്യാസമാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. വ്യാസത്തിന്റെ രണ്ടറ്റത്ത് നിന്ന് വൃത്തത്തിലോട്ട് വരക്കുന്ന ആംഗിൾ 90 ആണ്. അതേപോലെ തന്നെ ഇതും എന്തായിരിക്കും 90 ആയിരിക്കും.
ഓക്കെ, ഇവിടെ 90 ആണെന്നുണ്ടെങ്കിൽ ഇത് 90, കാരണം ഇതൊരു സ്ട്രൈറ്റ് ലൈൻ അല്ലേ. ഇനി ബി സി ഡി എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ ആണല്ലോ. ബി സി ഡി എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ അല്ലേ. ആ ബി സി ഡിയിൽ ഇത് 90 ആണെന്നുണ്ടെങ്കിൽ ബാക്കി ഈ രണ്ട് കോണുകൾ കൂട്ടുമ്പോൾ എത്ര കിട്ടും? ഇത് രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് 180 അല്ല, സോറി, ടോട്ടൽ ആംഗിൾ 180 ആണ്. ഒരു ത്രികോണത്തിന്റെ ടോട്ടൽ ആംഗിൾ 180 ആണ്. അതിലിവിടെ 90 ഉണ്ട്. അപ്പൊ ബാക്കി ഇനി എത്ര വേണം? 90 ആണ്. അപ്പൊ ആംഗിൾ സി ബി ഡിയും ആംഗിൾ സി ഡി ബിയും കൂട്ടുമ്പോൾ എന്ത് കിട്ടും? അല്ലെങ്കിൽ ഡിയും കൂടിയും കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 90 കിട്ടും. ഇനി നമ്മൾ ഓപ്ഷനിലോട്ട് വന്നേ, ബി സി ഡി പ്ലസ് ഡി. ബി സി ഡി എന്ന് പറഞ്ഞാൽ എത്രയാ? ബി സി ഡി നോക്കിയാ ബി സി ഡി 90 ആണ്. 90ന്റെ കൂടെ വേറൊരു ആംഗിൾ കൂടി കൂട്ടിയാൽ 90. അപ്പൊ ഇതല്ല എന്നുള്ള കാര്യം ഉറപ്പായി, കാരണം ബി സി ഡി തന്നെ 90 ആണ്. ഇനി അടുത്ത് സി ബി ഡി. എവിടെ സി ബി ഡി? സി ബി ഡി എന്ന് പറഞ്ഞത് ഈ ആംഗിൾ ആണോ? സി ബി ഡി എന്ന് പറഞ്ഞ ഈ ആംഗിളും ആംഗിൾ ഡി എന്ന് പറയുന്നതും 90-നേക്കാൾ കുറവാണോ? അല്ല, കാരണം അത് രണ്ടും 90-ന് ഈക്വൽ ആണ്. കാരണം ബി സി ഡി ഒരു ത്രികോണാണ്, അതിൽ ഇത് 90 ആണ്. ഇത് നമുക്ക് ഓൾറെഡി 90 കിട്ടിയിട്ടുണ്ട്, കാരണം ഇപ്പുറത്ത് 90 വരുന്നതുകൊണ്ട് സ്ട്രൈറ്റ് ലൈൻ ആണല്ലോ. അപ്പൊ ബാക്കി 90 ഉണ്ടാവുള്ളൂ. ഇനി അപ്പൊ ഈ രണ്ട് കോണുകൾ കൂട്ടുമ്പോൾ നമുക്ക് 90 കിട്ടണം. അപ്പോഴാണ് 90 എന്താവുക? 180 ആവുക. അപ്പൊ ലെസ് ദാൻ 90 എന്ന് പറയാൻ പറ്റില്ല. അടുത്തത് എ സി ബി. എ സി ബി എവിടെ? എ സി ബി തന്നെ ഇവിടെ 90 ആണ്. അതിലേക്ക് വേറൊരു കോണും കൂടി കൂട്ടുമ്പോൾ എന്തായാലും 90-ൽ കൂടുതൽ. അപ്പൊ ഇതും അല്ല. അപ്പൊ ഈ ലാസ്റ്റത്താണ് അല്ലെ. സി ബി ഡി. സി ബി ഡി എന്ന് പറഞ്ഞ ഈ ആംഗിൾ, സി ബി ഡി എന്ന് പറയുന്ന ഈ ഇവിടുത്തെ ആംഗിളും പിന്നെ ഇവിടെയുള്ള ഈ ഡി എന്ന് പറയുന്ന ആംഗിളും കൂടി കൂട്ടുമ്പോൾ 90 കിട്ടും. കറക്റ്റ് അല്ലേ? കാരണം സി എന്ന് പറയുന്നത് 90 ആണ്. ബി സി ഡി എന്ന് പറയുന്ന ത്രികോണത്തിൽ ഇനി മറ്റു രണ്ട് കോണുകൾ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 90 കിട്ടണം. കിട്ടിയില്ലേ? ഓപ്ഷൻ ഡി. ഓക്കെ. In the figure, O is the center of the circle and PA is a tangent to diameter of the circle. PA in the figure, O is the center of the circle and PA is a tangent to it. PA എന്ന് പറയുന്നത് ആ സർക്കിളിലേക്കുള്ള ഒരു ടാൻജന്റ് ആണ്, തൊടുവര. The point P 10 cm away from the center of the circle. P എന്ന് പറയുന്നത് 10 cm അകലെയാണ് കിടക്കുന്നത് സെന്ററിൽ നിന്നും. The diameter of the circle, സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 12 ആണ്. അപ്പൊ റേഡിയസ് എത്രയായിരിക്കും? ഇത് റേഡിയസ് അല്ലേ? OA. ഡയമീറ്റർ 12, റേഡിയസ് എന്തായിരിക്കും? 6. The length of the tangent. ഇനി ടാൻജന്റിന്റെ ലെങ്ത് കാണാനാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പഠിക്കുന്നുണ്ട് ടാൻജന്റും റേഡിയസും തമ്മിലുള്ള ആംഗിൾ 90 ആയിരിക്കും. ഓക്കെ, എവിടെ ആയാലും കേട്ടോ, ടാൻജന്റും റേഡിയസും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ആണ്. ടാൻജന്റും റേഡിയസും തമ്മിലുള്ള ആംഗിൾ 90 ആണ്. ടാൻജന്റും റേഡിയസും തമ്മിലുള്ള ആംഗിൾ 90 ആണ്. തൊടുവരയും ആരവും തമ്മിലുള്ള ആംഗിൾ കോണ് 90 ഡിഗ്രിയാണ്. അപ്പൊ ഇത് റൈറ്റ് ട്രയാംഗിൾ അല്ലേ? 90-ന് ഓപ്പോസിറ്റ് ഇവിടെ ഹൈപ്പോട്ടനസ്, ഇവിടെ ബേസ് തന്നിട്ടുണ്ട്. ഇനി ആൾട്ടിറ്റ്യൂഡ് കാണണം. ഡയമീറ്റർ 12 ആണെന്നുണ്ടെങ്കിൽ റേഡിയസ് 6. h² = a² + b². എച്ചിനെ നമ്മൾ 10 എന്ന് എടുത്തു, എനെ നമ്മൾ 6 എന്ന് എടുത്തു. ഇനി നമുക്ക് ബി കാണണം. ഈ ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞല്ലേ, ഇവിടെ ആൾട്ടിറ്റ്യൂഡിന് എടുത്തപ്പോൾ ഞാൻ 6 ആയിട്ട് എടുത്തു. നമ്മൾ എപ്പോഴും പൈതഗോറസ് തിയറത്തിൽ എച്ചിനെ മാത്രമേ സ്പെസിഫൈ ആയിട്ട് മാറ്റില്ലാതിരിക്കുള്ളൂ കേട്ടോ. എച്ച് എപ്പോഴും 90-ന് ഓപ്പോസിറ്റ് ആയിരിക്കണം, അഥവാ കർണം. ഹൈപ്പോട്ടനസ് എപ്പോഴും 90-ന് ഓപ്പോസിറ്റ് ആയിരിക്കണം. ബേസ് ആൾട്ടിറ്റ്യൂഡ് അങ്ങോട്ട് മാറി നിർത്തി കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ 10-ന്റെ സ്ക്വയർ 100, 6-ന്റെ സ്ക്വയർ 36. നേരത്തെ പോലെ തന്നെ 36-ന് അപ്പുറത്ത് കൊണ്ടുപോകുക. അപ്പൊ 100 - 36. 100-ന് 36 പോയ 64. അപ്പൊ b² 64 ആണെങ്കിൽ b എന്താണ്? √64. b = 8. അപ്പൊ ഓപ്ഷൻ എ 8 സെന്റിമീറ്റർ. പി എന്റെ നീളം കിട്ടിയത് 8 സെന്റിമീറ്റർ. ഓപ്ഷൻ എ. PQR is a tangent at an angle. PQR is a right angle triangle with the perpendicular side 5 cm and 12 cm. Perpendicular side തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ 5 cm ആണ്, ഇവിടെ 12 cm ആണ്. The side of the triangle are tangent to the circle. Sides of triangle എന്ന് പറയുന്നത് സർക്കിളിന്റെ ടാൻജന്റ് ആണ്, അഥവാ ഇന്നർ സർക്കിൾ ആണ്, അല്ലെങ്കിൽ ഇൻ സർക്കിൾ ആണ്, അന്തർവൃത്താണ്. The radius of the circle. ഈ സർക്കിളിന്റെ റേഡിയസ് കാണാനാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സർക്കിളിന്റെ ഏരിയയും റേഡിയസും സെമി പെരിമീറ്ററും തമ്മിലൊരു ബന്ധമുണ്ട്. ആ ബന്ധമാണ് ഈ കാണുന്ന R = a/s. R എന്ന് പറഞ്ഞാൽ ഇൻ റേഡിയസ്, അന്തർവൃത്തത്തിന്റെ ആരം, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമി പെരിമീറ്റർ, പെരിമീറ്ററിന്റെ പകുതി, ചുറ്റളവിന്റെ പകുതി. ഏരിയ കാണാൻ ബേസും ഹൈറ്റും നമുക്കിവിടെ തന്നിട്ടുണ്ട്. സെമി പെരിമീറ്റർ കാണാൻ PR കൂടി കാണണം. അതിനിതായി 2 സൈഡ് ഇട്ടിട്ടുണ്ട്. പൈതഗോറസ് തിയറം വെച്ചുകൊണ്ട് 3ാമത്തെ സൈഡ് കണ്ടൂടെ അല്ലെ? റേഡിയസ് ഇൻ സർക്കിൾ, A ഏരിയ, S സെമി പെരിമീറ്റർ. Then h² = a² + b². 3ാമത്തെ സൈഡ് കാണാൻ പോവാണ്.
h കാണണം. അപ്പൊ 5ന്റെ സ്ക്വയർ പ്ലസ് 12ന്റെ സ്ക്വയർ, 5ന്റെ സ്ക്വയർ 25, 12ന്റെ 144, അത് രണ്ടും കൂട്ടുമ്പോൾ 169 കിട്ടും. ദെൻ h സ്ക്വയർ 169 ആണെന്നുണ്ടെങ്കിൽ h എത്രയാ? റൂട്ട് 169 അഥവാ 13. h കിട്ടിയ എത്രയാ? 13. ഇനി ഏരിയ കാണാം, ഹാഫ് ബി എച്ച്. ബി എന്ന് പറഞ്ഞാൽ 5 ആണ്, h എന്ന് പറഞ്ഞാൽ 12 ആണ്. അപ്പൊ ഇനി നമുക്ക് വെട്ടിക്കളയാം. 12ഉം 2ഉം വെട്ടിക്കളയുമ്പോൾ 6 കിട്ടും. 6 5 30. ഓക്കെ, ഏരിയ കിട്ടിയ എത്രയാ? 30. ഇനി എസ് എന്ന് പറഞ്ഞ പെരിമീറ്ററിന്റെ പകുതി, എല്ലാം കൂടി കൂട്ടിയിട്ട് അതിന്റെ പകുതി, അഥവാ 12ഉം 13ഉം 5ഉം കൂടി കൂട്ടിയിട്ട് അതിന്റെ പകുതി. പെരിമീറ്റർ എല്ലാം കൂടി കൂട്ടുമ്പോൾ 30 കിട്ടും. ഏരിയ 30 കിട്ടുന്നത്. ഇവിടെ അതേപോലെ തന്നെ കേട്ടോ. 3 2 5 5 10 0 3 2 1 3 30/2. ഇത് ഏരിയ ഹാഫ് ബി എച്ച്, ഇത് പെരിമീറ്ററിന്റെ പകുതി. ഇനി അതിന്റെ പകുതി എത്രയാ? 15. എയും എസും ആയില്ലേ? അപ്പൊ എ ബൈ എസ് ആണ് അല്ലെ? അപ്പൊ 30/15. 30/15 എത്രയാ? 2 അല്ലെ? റേഡിയസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ. ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പൊ ഇൻസർക്കിളിന്റെ റേഡിയസും ഏരിയയും സെമി പെരിമീറ്ററും തമ്മിലുള്ള ബന്ധം എന്താണ്? ആർ ഈക്വൽ ടു എ ബൈ എസ്. The radius of a circumcircle of a triangle with a side of 5 cm, 12 cm and 13 cm. വശങ്ങളുടെ നീളം 5 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ, 13 സെന്റിമീറ്റർ ആയ ഒരു ട്രയാങ്കിളിന്റെ സർക്കിളിന്റെ റേഡിയസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിന്റെ വശങ്ങൾ തന്നിട്ടുണ്ട് എങ്കിൽ ആ ട്രയാങ്കിളിന് ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, 3 മൂലയിൽ കൂടെയും പാസ് ചെയ്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സർക്കിളിന്റെ റേഡിയസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ട്രയാങ്കിളിനെ സ്പെസിഫൈ ചെയ്യാതെ ചിത്രമൊക്കെ തരാതെ നമുക്ക് തരികയാണെന്നുണ്ടെങ്കിൽ അത് എന്തായാലും ഒരു റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും. നമുക്ക് തന്നിട്ടുള്ള ട്രയാങ്കിൾ എന്തായാലും ഒരു റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും. അപ്പൊ അത് എങ്ങനെ റൈറ്റ് ട്രയാങ്കിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക? നമുക്ക് തന്നിട്ടുള്ള 3 സ്ക്വയർ കണ്ടിട്ട് 2 കൂട്ടുമ്പോൾ 3ാമത്തിന്റെ സ്ക്വയർ കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. ഓക്കെ, ഇനി റൈറ്റ് ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സെന്റർ എന്ന് പറയുന്നത് ഹൈപ്പോട്ടനസിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും. അപ്പൊ ഹൈപ്പോട്ടനസിന്റെ പകുതി ആയിരിക്കും റേഡിയസ്. ഓക്കെ, നോക്കിയാ ഈ സെമി സർക്കിളിൽ വരുന്ന ആംഗിൾ 90 അല്ലേ? അപ്പോ റൈറ്റ് ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ ഹൈപ്പോട്ടനസിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും എന്ത് വരിക? സെന്റർ വരിക. അപ്പൊ ഹൈപ്പോട്ടനസിന്റെ പകുതി ആയിരിക്കും റേഡിയസ്. അപ്പൊ ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണോ നോക്കാം അല്ലെ? സർക്കം റേഡിയസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് ഹാഫ് ഓഫ് ഇറ്റ്സ് ഹൈപ്പോട്ടനസ്. ഹൈപ്പോട്ടനസിന്റെ പകുതിയാണ്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള വശങ്ങൾ 5ന്റെ സ്ക്വയർ 25 ആണ്, 12ന്റെ സ്ക്വയർ 144 ആണ്, 13ന്റെ സ്ക്വയർ 169 ആണ്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നില്ലേ? നോക്കിയേ, 25ഉം 144ഉം കൂട്ടുമ്പോൾ 169 കിട്ടുന്നില്ലേ? അപ്പൊ ഇവിടുത്തെ ഹൈപ്പോട്ടനസ് ഏതാണ്? 13 ആണ്. ഹൈപ്പോട്ടനസ് 13 ആണ്. അപ്പൊ ഹൈപ്പോട്ടനസിന്റെ സെന്റർ ആണ് എന്ത്? സർക്കിളിന്റെ സെന്റർ. അപ്പൊ ഹൈപ്പോട്ടനസിന്റെ പകുതിയാണ് എന്ത്? റേഡിയസ്. 13ന്റെ പകുതി 6.5. അപ്പൊ 6.5 ഓപ്ഷൻ ബി. ഇനി ഇൻ ദ ഫിഗർ ദ മെഷർ ഓഫ് MAB ഈസ്, MABന്റെ അളവാണ് തന്നിട്ടുള്ളത്. നമ്മളിപ്പോ ഇതേപോലത്തെ 2 ചെയ്തു. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അപ്പൊ 2-3 ഇയറിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് നോക്കുക. സെന്ററിൽ 40 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി ആയിരിക്കും 20. ഓപ്ഷൻ ബി അല്ലെ? സെന്ററിൽ 40 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി 20. The length of a chord 3 cm away from the center of a circle is 8 cm. ഒരു സർക്കിളിന്റെ സെന്ററിൽ നിന്നും 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ അകലെയുള്ള ഒരു കോഡിന്റെ നീളം 8. What is the length of the chord 4 cm away from the center of the same circle? ആ സർക്കിളിലെ തന്നെ സെന്ററിൽ നിന്നും 4 സെന്റിമീറ്റർ അകലെയുള്ള കോഡിന്റെ നീളം എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ ഏകദേശം നമ്മൾ റഫ് ഫിഗർ വരക്കുമ്പോൾ എങ്ങനെ വരും? ഓക്കെ, 3 സെന്റിമീറ്റർ അകലെയുള്ള, ഇവിടെ 3 സെന്റിമീറ്റർ അകലെയുള്ള കോഡിന്റെ നീളം 8 ആണ്. അതിനെ പകുതിയാക്കുമ്പോൾ 4 എന്ന് വരും. നമുക്ക് കണ്ടത് 4 സെന്റിമീറ്റർ അകലെയുള്ള ഈ കോഡിന്റെ നീളം. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നീളം കണ്ടിട്ട് അതിന്റെ ഇരട്ടി കണ്ടാൽ മതി കോഡിന്റെ നീളം. അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം? റേഡിയസ് കാണണം. അതിന് ഈ റൈറ്റ് ട്രയാങ്കിൾ യൂസ് ചെയ്യാം. 4 3 ഹൈപ്പോട്ടനസ് കാണണം അല്ലെ? അഥവാ റേഡിയസിന്റെ സ്ക്വയർ. 3ന്റെ സ്ക്വയർ പ്ലസ് 4ന്റെ സ്ക്വയർ, 3ന്റെ സ്ക്വയർ 9 ആണ്, 4ന്റെ സ്ക്വയർ 16 ആണ്. അപ്പൊ 25. R സ്ക്വയർ 25 ആണെന്നുണ്ടെങ്കിൽ R എന്തായിരിക്കും? റൂട്ട് 25. R ഈക്വൽ ടു 5. അപ്പൊ റേഡിയസ് കിട്ടിയ എത്രയാ? 5. ഇനി അത് വെച്ചിട്ട് നമുക്ക് കാണാലോ. ഇവിടെ റേഡിയസ് ഇവിടെ 5, റേഡിയസ് 5. അപ്പൊ ഇവിടെ എന്തായിരിക്കും? 5. വീണ്ടും പൈതഗോറസ് തിയറം വെച്ചാണ് നമുക്ക് ബേസ് കണ്ടൂടെ അല്ലെ? അപ്പൊ 5ന്റെ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് 4ന്റെ സ്ക്വയർ. 5ന്റെ സ്ക്വയർ 25 ആണ്, 4ന്റെ സ്ക്വയർ 16 ആണ്. ഈ 16 ഇപ്പുറത്തേക്ക് വരുമ്പോൾ 25 മൈനസ് 16 9 കിട്ടും. ബി സ്ക്വയർ 9 ആണെന്നുണ്ടെങ്കിൽ ബി എന്തായിരിക്കും? 3 ആയിരിക്കും. അഥവാ ഇവിടെ 3 ആയിരിക്കും. അപ്പൊ ഇവിടെ എന്തായിരിക്കും? 3 ആയിരിക്കും. 3 3 6 സെന്റിമീറ്റർ. ഓപ്ഷൻ ഡി.
D is a point on the semicircle of a diameter AB. AC equal to 3 cm, BC equal to 2 cm. What is the length of the diagonal of the square with the side CD? CD square ആയിട്ടുള്ള CD വശമായിട്ടുള്ള ഒരു സ്ക്വയറിന്റെ ഡയഗണലിന്റെ നീളമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇപ്പോൾ ഞാൻ റഫ് ആയിട്ട് ചിത്രം കാണിച്ചിരുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് റഫ് ആയിട്ട് ഇങ്ങനെ പറയാം. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ക്വയർ ഉണ്ടെന്ന് നിങ്ങൾ കരുതിക്കോ. ഇവിടെ ഇങ്ങനെ ഒരു സ്ക്വയർ ഉണ്ടെന്ന് കരുതിക്കോ. ഇങ്ങനെ ഒരു സ്ക്വയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഒരു ഡയഗണൽ വരച്ചു കഴിഞ്ഞാൽ ഈ ഡയഗണലിന്റെ നീളമാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഡയഗണലിന്റെ നീളം കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? സ്ക്വയറിന്റെ നീളം കിട്ടണം. സ്ക്വയറിന്റെ ഒരു സൈഡ് കിട്ടണം. സ്ക്വയറിന്റെ ഒരു സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ √2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഡയഗണലിന്റെ നീളം കിട്ടും. എല്ലാ സ്ക്വയറും അങ്ങനെയാണ് കേട്ടോ. സ്ക്വയറിന്റെ സൈഡിന് എന്ത് ചെയ്താൽ മതി? √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതിനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ആദ്യം നമുക്ക് ഈ സ്ക്വയറിന്റെ ഈ സൈഡ് കാണണം കേട്ടോ. സ്ക്വയറിന്റെ സൈഡ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു തിയറി ഉണ്ട്. ഇത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ ബി എന്ന് പറയുന്ന ഡയമീറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡയമീറ്റർ ആണ്. എ ബി ഡയമീറ്റർ ആണെങ്കിൽ എ സി ഇൻറ്റു സി ബി എന്ന് പറയുന്നത് ഡി സി സ്ക്വയറിന് തുല്യമായിരിക്കും. ഈ രണ്ട് വശങ്ങൾ ഗുണിച്ചാൽ ഇതിന്റെ സ്ക്വയർ ആണ് കിട്ടുക. അപ്പൊ 3 × 2 എന്ന് പറഞ്ഞാൽ ഡി സി സ്ക്വയർ ആണ്. 3 × 2 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പൊ ഡി സി സ്ക്വയർ 6 ആണെന്നുണ്ടെങ്കിൽ ഡി സി എന്തായിരിക്കും? സ്ക്വയർ കളയാൻ റൂട്ട് എടുക്കണം. അപ്പൊ √6. അപ്പൊ ഇതിന്റെ നീളം കിട്ടി. ഡി സിയുടെ നീളം കിട്ടി എത്രയാ? √6. അപ്പൊ അതാ ഇങ്ങനെ വരും ചിത്രം. അപ്പോ ഒരു സൈഡ് √6 ആണ്. ഇനി എങ്ങനെയാണ് ഇവിടെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി പറഞ്ഞു വെച്ചാൽ ഈ ആംഗിൾ 90 ആയിരിക്കും. സ്ക്വയർ ആയതുകൊണ്ട് ഈ ആംഗിൾ 90 ആയിരിക്കും. പിന്നെ ഈ രണ്ട് വശങ്ങളും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ ഈ രണ്ട് ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ 45 45 90 1:1 √2. 1ന്റെ സ്ഥാനത്തെ വാല്യൂന് √2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? √2ന്റെ സ്ഥാനത്തെ വാല്യൂ കാണാൻ. അപ്പൊ ഇവിടെ √6 ആണ്. ഡി സി √6 ആണ്. അപ്പൊ അതിന്റെ ഡയഗണൽ എന്തായിരിക്കും? √6 × √2. അപ്പൊ 6 × 2 12 എന്ന് വരും. വരൂലേ? 6 × 12 12 വരൂലേ? അല്ലെ? ഒരു സൈഡ് √6 കിട്ടി. ദെൻ √6 എന്ത് ചെയ്താൽ മതി? √2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ √6 × √2 √12. ഇനി നമുക്ക് ഈ √12 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാനില്ല. ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഈ 2 ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് സ്ക്വയറും ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത സംഖ്യ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 12 ഉണ്ടാക്കാൻ പറ്റും നോക്കാം. അപ്പൊ പെർഫെക്റ്റ് സ്ക്വയർ എടുക്കുമ്പോൾ 2ന്റെ പെർഫെക്റ്റ് സ്ക്വയർ തൊട്ടിട്ടാണ് തുടങ്ങുക. ഒന്ന് നോക്കണ്ട. 1ന്റെ 1 തന്നെ ആയതുകൊണ്ട് അത് നോക്കണ്ട. പിന്നെ 2ന്റെ പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ്? 4 ആണ്. 4നെ ഏതെങ്കിലും സംഖ്യ വെച്ച് ഗുണിച്ചാണ്ട് 12 ആക്കാൻ പറ്റുമോ? പറ്റും. ഏതാ? 4 × 3 അല്ലെ? ഇനി ഈ 4നെ പുറത്തേക്ക് എടുക്കുക. 4ന്റെ റൂട്ടിനെ പുറത്തേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ 4ന്റെ റൂട്ട് എത്രയാ? 2. അപ്പൊ 2 √3 എന്ന് കിട്ടും. അപ്പൊ ഡയഗണൽ കിട്ടിയ എത്രയാ? 2 √3. ഓപ്ഷൻ ഡി. ഓക്കെ ആണല്ലോ? 12 ആണ് നമുക്ക് കിട്ടിയത്. അതായത് ഒരു സൈഡ് √6 എന്ന് കിട്ടും. √6നെ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 എന്ന് കിട്ടും. ദെൻ 12നെ നമ്മൾ 4 × 3 ആക്കി. 4നെ പുറത്തെടുക്കുമ്പോൾ 2 റൂട്ട് കാണാം. പിന്നെ 3ക്ക് റൂട്ട് ഇല്ലാത്തതുകൊണ്ട് അത് അതേപോലെ തന്നെ എഴുതി. What is the circumradius of an equilateral triangle of side 6 cm? ഒരു വശം 6 സെന്റിമീറ്റർ ആയ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സർക്കംറേഡിയസ് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, ഇങ്ങനെയാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരിക. സൈഡ് 6 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ഞാനിത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു. ഓക്കെ, അതായത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് എല്ലാ സൈഡും 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇവിടുന്ന് ഞാൻ ഇങ്ങനെ ഒരു റേഡിയസ് വരച്ചു. സെന്റർ ഇവിടെയാണല്ലോ വരിക. സർക്കംറേഡിയസ് എന്ന് പറയുമ്പോൾ സെന്റർ ഉണ്ടാവും, 3 മൂല കൂടെ പാസ് ചെയ്യും. ഇനി ഇവിടെ 30 അല്ലെ? 60ന്റെ പകുതി 30 വരും. ഇവിടെ 90, അപ്പൊ ഇവിടെ 60. ഇനി ഇവിടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ 6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 6 6 3 3 അത് ഓക്കെ ആയല്ലോ. സൈഡുകൾ കൊടുത്തത് 30ന് ഓപ്പോസിറ്റ് 1, 60ന് ഓപ്പോസിറ്റ് √3, 90ക്ക് ഓപ്പോസിറ്റ് 2. അതിൽ √3യുടെ സ്ഥാനത്ത് 3 ആണ്. അപ്പൊ നമുക്ക് 1ന്റെ സ്ഥാനത്ത് വാല്യൂ കാണണം. എങ്ങനെ 1ന്റെ സ്ഥാനത്ത് വാല്യൂ കാണാം? ഇവിടുത്തെ വാല്യൂവിനെ റേഷ്യോ കൊണ്ട് ഗുണിക്കണം. അപ്പൊ 3/√3. ഇനി 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3 × √3 ആണ്. ഏതൊരു സംഖ്യനെയും അതിന്റെ റൂട്ടുകളുടെ ഗുണനഫലമാക്കിയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ 3 എന്ന് പറഞ്ഞാൽ എന്താണ്? √3 × √3 ആണ്. ഓക്കെ, ഇത് നമുക്ക് ഇപ്പുറത്തേക്ക് മാറ്റാം. മാറ്റിയിട്ടോ, ഇവിടെ ഓൾറെഡി ഗുണിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഗുണിച്ചിട്ട് നമുക്ക് ചെയ്യാം. 3/√3 ആണ് എന്ത്? 1ന്റെ സ്ഥാനത്ത് വരിക. 1ന്റെ സ്ഥാനത്ത് 3/√3 ആണെന്നുണ്ടെങ്കിൽ 2ന്റെ സ്ഥാനത്ത് എന്തായിരിക്കും? 3/√3 × 2, അപ്പൊ 6/√3 അല്ലെ? ഇനി ഇവിടുന്ന് 6/√3 മാറ്റുന്നതിന് പകരം ഞാൻ മുകളിൽ പറഞ്ഞ പോലെ തന്നെ ഈ 3യെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തു. ഓക്കെ, 6/√3 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഈ ഓപ്ഷനിലേ ഇല്ല. അതുകൊണ്ട് ഈ 3യെ ഞാൻ പറഞ്ഞു എന്ത്? √3 × √3 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. ഇനി 6 ആക്കിയിട്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 ഇവിടെ ഇല്ലാത്തതുകൊണ്ട്
നമുക്ക് 6 വേണ്ട, 6നെ വീണ്ടും നമ്മൾ 3 into 2 മാറ്റണം. അപ്പൊ ഇവിടെ തന്നെ നമ്മൾ മാറ്റി. √3 into √3/3 ആണ്. അപ്പൊ ഇവിടുന്ന് ഒരു 3ഉം ഇവിടുന്ന് √3 എന്തായി പോയി, ഓരോ √3 കട്ട് ചെയ്ത് പോയി. ബാക്കി ഇവിടെ √3 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പൊ 2 into √3 2√3. ഓപ്ഷൻ ബി. അപ്പൊ റേഡിയസ് എത്രയാ? 2√3. ഇനി ഫിഗർ ഷോസ് എ സർക്കിൾ വിത്ത് O ആൻഡ് ആംഗിൾ ABC equal to 70 degree, BOC equal to 60 degree and what is theta? ഈ ആംഗിൾ തന്നിട്ടുണ്ട്. ഇവിടെ ടോട്ടൽ 70 ഡിഗ്രി ആണ്, ഇവിടെ 60 ഡിഗ്രി ആണ്. ഈ ആംഗിൾ തീറ്റയാണ് കാണേണ്ടത്. അത് എത്ര ഉണ്ടെന്നാണ് കാണേണ്ടത്. OB equal to OC ആണ്. OBയും OCയും തുല്യമാണ്. എന്തുകൊണ്ട്? ഈ രണ്ട് വശങ്ങൾ തുല്യമാണെന്നാണ് പറയുന്നത്. രണ്ടും റേഡിയസ് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഈ രണ്ടറ്റത്തുള്ള കോണുകളും തുല്യമായിരിക്കുമല്ലോ അല്ലെ? ഇത് നോക്കിയാ ഇവിടെ ഇങ്ങനെ നോക്കുക നിങ്ങൾ കേട്ടോ. ഇവിടെ 60 തന്നിട്ടുണ്ട്. അപ്പൊ OBയും OCയും തുല്യമാണ്. ഈ രണ്ട് വശങ്ങൾ തുല്യമാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കോണും തുല്യാവൂലേ? അപ്പൊ ഇവിടെ 60 ആയതുകൊണ്ട് ബാക്കിയുള്ളത് ഇനി 120 ആണ്. അതിനെ തുല്യമായിട്ട് ഭാഗിക്കുമ്പോൾ 60 അല്ലേ? ഇനി ഇവിടെ ടോട്ടൽ 70 ആണ്. അതിലിതാ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാല് അത് 10 ആയിരിക്കും. എന്തുകൊണ്ട് അത് 10 കിട്ടുന്നത്? കാരണം ടോട്ടൽ 70 ആണ്, അതിൽ 60 ഇവിടെ ഉണ്ട്, അപ്പൊ ബാക്കി 10 അല്ലേ? ഇനി ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് വരച്ചു കേട്ടോ. ഇവിടെ 10 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 10 ആയിരിക്കും അല്ലെ? ഇവിടെ 10 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 10 ആയിരിക്കും. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞാണ് അല്ലെ? ഈ രണ്ട് റേഡിയസ് ആണ്, അപ്പൊ ഈ രണ്ട് ആംഗിൾ തുല്യമായിരിക്കും. ഇവിടെ 60 ആണെന്നുണ്ടെങ്കിൽ ഇത് മുഴുവനായിട്ട് എത്രയായിരിക്കും? 30 ആയിരിക്കും അല്ലെ? സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്നതിന്റെ പകുതിയാണല്ലോ സർക്കിളിൽ വരിക. അപ്പൊ ഇവിടെ 60 ആണെന്നുണ്ടെങ്കിൽ ഇത് മുഴുവനായിട്ട് 30 ആണ്. അതിൽ 10 ഇവിടെ ഉണ്ട്, ബാക്കി ഇത് എത്ര ഉണ്ടാവും? 20 ഉണ്ടാവും. ഇത് 20 ആണെന്നുണ്ടെങ്കിൽ ഈ തീറ്റ എന്തായിരിക്കും? 20 ആയിരിക്കും. അയ്യോ, ഓക്കെ അല്ലെ? നമ്മൾ ഇത്ര ചെയ്തോളൂ. ഇവിടെ ആംഗിൾ ഈ ചിത്രത്തിൽ നമ്മളോട് പറഞ്ഞു OB OCയും തുല്യാണ്. അപ്പോ ഈ അറ്റത്തുള്ള രണ്ട് കോണുകളും തുല്യമായിരിക്കും. അപ്പൊ ഇവിടെ 60 കിട്ടും. ഇത് ടോട്ടൽ 70 തന്നിട്ടുണ്ട്. അപ്പൊ 70 60 ഇവിടെ 10. ഞാൻ ഈ ഓയിൽ നിന്ന് മേലോട്ട് വരച്ചു. അപ്പൊ ഇവിടെ 10 ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും 10 ആയിരിക്കും. ഇനി സെൻട്രൽ ആംഗിൾ 60 ആണെന്നുണ്ടെങ്കിൽ ഇത് A മുഴുവനായിട്ട് എന്ത് വരും? അതിന്റെ പകുതി 30 വരും. അതിൽ 10 ഇവിടെ ഉണ്ട്, ബാക്കി 20. ഇവിടെ 20 ആണെന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ എന്തായിരിക്കും? 20 ആയിരിക്കും. ഐസോസെലസ് ട്രയാംഗിൾ അല്ലേ? കാരണം OAയും OCയും തുല്യാണ്, റേഡിയസ് അല്ലേ? അപ്പൊ ഇവിടെ 20 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 20. അപ്പൊ തീറ്റ 20 ഡിഗ്രി. A semicircle is inscribed in a square of 1 unit as shown in the figure. What is the ratio of area of the shaded region to that of the square? ഈ ഷെയ്ഡഡ് റീജിയന്റെ ഏരിയയും സ്ക്വയറിന്റെ ഏരിയയും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്ന ഒരു സെമി സർക്കിൾ ആണ്. സർക്കിളിന്റെ ഏരിയന്റെ പകുതി അല്ലെ സെമി സർക്കിളിന്റെ ഏരിയ? സർക്കിളിന്റെ ഏരിയ എന്താണ്? πr² ആണ്. അപ്പൊ അതിന്റെ പകുതി ആയിരിക്കും സെമി സർക്കിളിന്റെ ഏരിയ, πr²/2. ഇനി റേഡിയസ് എന്ന് പറയുന്നത് 1/2 ആണ്. കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് യൂണിറ്റ്, 1 യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളം 1 ആണ്. അപ്പൊ അതിന്റെ പകുതിയല്ലേ റേഡിയസ് വരിക. അപ്പൊ 1/2ന്റെ സ്ക്വയർ. അപ്പൊ എന്ത് വരും? 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4/2 എന്ന് വരും. ഇനി അപ്പൊ π × 1 π ആണ്. അപ്പൊ π/4/2 എന്നാണ്. അതിനെ തിരിച്ചിട്ടിട്ട് ഗുണിക്കണം. π/4 എഴുതി ഇൻറ്റു 2 എങ്ങനെ വരും? ഏതൊരു സംഖ്യയുടെയും താഴെ 1 ഉണ്ടാവും. 2/1 1/2 എന്നാവും. ഓക്കെ, അപ്പൊ π/8 എന്ന് കിട്ടും. ഇനി ഏരിയ ഓഫ് സ്ക്വയർ, സ്ക്വയറിന്റെ ഒരു സൈഡ് 1 ആണ്. അപ്പൊ 1 സ്ക്വയർ 1 എന്ന് കിട്ടും. ഇനി റേഷ്യോ ആണ് കാണേണ്ടത് അല്ലെ? റേഷ്യോ എന്ന് പറയുന്നത് ഷെയ്ഡഡ് റീജിയനിൽ നിന്നും സ്ക്വയറിലോട്ട്. അപ്പൊ ആദ്യം ഷെയ്ഡഡ് റീജിയൻ π/8 ബൈ സ്ക്വയർ എത്രയാ? 1. അപ്പൊ π/8/1 എത്രയാണ്? ഏതൊരു സംഖ്യനെയും 1 ഡിവൈഡ് ചെയ്ത 1 ആ സംഖ്യനെയാണ് കിട്ടുക അല്ലെ? അപ്പൊ π/8 ഡിവൈഡഡ് ബൈ 1 പറഞ്ഞാൽ എത്രയാണ്? π/8 ആണ്. അഥവാ π/8. ഓപ്ഷൻ C, π/8. Option C. The figure shown a circle with the center O and 2 chord. Find angle ABC. ഇവിടെ ഇത് 160 തന്നിട്ടുണ്ടല്ലേ? നമുക്ക് ഇതാ ഇങ്ങനെ എവിടെ പേനയുടെ ഞാൻ ഇവിടുന്ന് ഇതിനെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാല് സെന്ററിൽ 160 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര വരും? 160ന്റെ പകുതി 80 വരും അല്ലെ? 80 ആണല്ലോ 160. ഇവിടെ 80 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? രണ്ടും കൂട്ടുമ്പോൾ 100 കിട്ടണ്ടേ? കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ AC എന്ന് പറയുന്ന ഒരു കോഡ് സർക്കിളിനെ രണ്ടാക്കിയിട്ട് ഭാഗിക്കും. രണ്ടും കൂട്ടുമ്പോൾ 100. അപ്പൊ അവിടെ 180, അവിടെ 80 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 100. അപ്പൊ ABC കിട്ടിയില്ല, എത്രയാ? 100 അല്ലെ? അങ്ങനെ ചിത്രം ഞാൻ അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. സെൻട്രലിൽ 160 ആണെന്നുണ്ടെങ്കിൽ അവിടെ 80 വരും. ദെൻ അവിടെ 80 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 100 വരും. ഓപ്ഷൻ സി.
The figure shown a unit circle center at origin. Which of the following represent the point B? B എന്ന് പറയുന്ന പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് താഴത്തേക്ക് ഓരോ ലൈനുകളൊന്ന് വരയ്ക്കണം. ഓക്കെ, ഇവിടെ എന്താ ബി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ബി എന്ന് പറയുന്ന പോയിന്റ് ആണ് കേട്ടോ. ഡി എന്ന് പറയുന്നത് 0.6 0.8 0.6 0.8. ഞാൻ ഈ രണ്ട് വശങ്ങൾ ഈ രണ്ട് ത്രികോണങ്ങളുടെ കോണുകൾ ഒന്ന് എടുക്കാൻ പോവാണ്. ഇത് 90 ഡിഗ്രിയാണ്, ഇതും 90 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി ഇവിടെ ഞാൻ എന്താ പറയാ, ഈ ആംഗിൾ 90 ആണല്ലോ ടോട്ടൽ അല്ലെ. ഈ ആംഗിളിനെ ഞാൻ എക്സ് എന്ന് എടുത്തു. ഓക്കെ, ഇവിടെ ഞാൻ എക്സ് എന്ന് എടുത്തു, ഈ ആംഗിൾ എക്സ് എന്ന് എടുത്തു. ഇതിങ്ങനെ 90, കാരണം ഇത് 90 ഡിഗ്രി ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ഇനി ഈ ആംഗിൾ എത്ര വരും? ഞാൻ ഇവിടെ 90 - x എന്ന് തന്നിട്ടുണ്ടല്ലോ. അത് വരാൻ കാരണം എന്താ? ഈ മൂന്ന് കോണുകൾ കൂട്ടുമ്പോൾ ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്, 180 കിട്ടണം. അതിൽ 90 ഇവിടെ പോയി, ബാക്കി ഇനി എത്ര ഉള്ളത്? 90. അതിൽ ഈ ആംഗിൾ എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 90 - x ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കിയാ, ഇത് 90, ഇത് 90 - x, അപ്പൊ ഇവിടെ എന്തായിരിക്കും? എക്സ് ആയിരിക്കും. ഇനി ഇത് 90, ഇത് എക്സ്, അപ്പൊ ഇവിടെ എന്തായിരിക്കും? 90 - x ആയിരിക്കും. കാരണം 180 90 പോയി, ബാക്കി 90 ആണ് ഇത് രണ്ടും കൂട്ടുമ്പോൾ കിട്ടുന്നത്. അതിൽ എക്സ് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 90 - x. അപ്പൊ രണ്ട് കോണുകളും തുല്യമാണ് അല്ലെ, എല്ലാ കോണുകളും തുല്യമാണ്. അപ്പൊ ഈ രണ്ട് ത്രികോണങ്ങൾ എന്താന്ന് പറയാം? സിമിലർ ട്രയാങ്കിൾസ് ആണെന്ന് പറയാം. ABO എന്ന് പറയുന്ന ത്രികോണവും OCD എന്ന് പറയുന്ന അല്ലെങ്കിൽ DCO എന്ന് പറയുന്ന ട്രയാങ്കിൾസ് എന്താണ്? സിമിലർ ആണ്. അപ്പൊ അതിന്റെ സൈഡുകളുടെ റേഷ്യോ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഞാൻ സൈഡുകളുടെ റേഷ്യോ എഴുതി. ഓക്കെ, അപ്പൊ OB ബൈ 90 ഓപ്പോസിറ്റ് OB ബൈ ഇവിടെ 90 ഓപ്പോസിറ്റ് OD. അടുത്തത് OA, ഈ 90 - x ഓപ്പോസിറ്റ് OA, അപ്പൊ ഇവിടെ 90 - x ഓപ്പോസിറ്റ് DC അല്ലെങ്കിൽ CD. അടുത്തത് x ഓപ്പോസിറ്റ് BA, ഇവിടെ x ഓപ്പോസിറ്റ് OC. ഓക്കെ, തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യമായിരിക്കും എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ റേഷ്യോസ് കൊടുത്തു. ഇനി നമുക്ക് അറിയാവുന്ന റേഷ്യോസ് ഒക്കെ നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, OB എന്ന് പറയുന്ന എന്താ ലെങ്ത്, OB ബൈ OD അല്ലെ. യൂണിറ്റ് സർക്കിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ റേഡിയസ് എത്രയായിരിക്കും? 1 ആയിരിക്കും. യൂണിറ്റ് സർക്കിൾ എന്ന് പറയുമ്പോൾ അതിന്റെ റേഡിയസ് എത്രയായിരിക്കും? 1 ആയിരിക്കും. OBയും ODയും റേഡിയസ് അല്ലേ, OB OD റേഡിയസ് അല്ലേ. അപ്പൊ 1/1 എന്ന് കിട്ടും. ഈക്വൽ ടു OA നമുക്ക് അറിയില്ല, ഈ നീളം അതറിയില്ല. CD നമുക്കറിയാം, CD എവിടെ? CD ഇത് 0, ഇവിടെ 0.6 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ 0.6 നീളാണ് വരിക. കാരണം ഈ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഇവിടുത്തെ പോയിന്റ് ആണ് വരിക. ഇത് 0-ൽ നിന്നും ഇത്ര നീളം ഉണ്ടെങ്കിൽ അല്ലെ ഇവിടെ 0.6 വരിക അല്ലെ. എക്സ് കോർഡിനേറ്റ് ആണ്, ഈ ഡിയുടെ എക്സ് കോർഡിനേറ്റ് ആണ് 0.6. അപ്പൊ OC എന്ന് പറയുന്നത് എത്ര നീളം ഉണ്ടാവും? 0.6 ഉണ്ടാവും. ഓക്കെ, OC ഇവിടെ 0.6 ഉണ്ടാവും. ഇനി അതേപോലെ തന്നെ ഇവിടെ CD എന്ന് പറയുന്നത്, ഈ CD എന്ന് പറയുന്നത് ഈ നീളമാണ് അതിന്റെ y ആക്സിസ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നീളം എത്ര ഉണ്ടാവും? 0.8. അങ്ങനെയാണ് CD 0.8 വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ബിയുടെ സൂചക സംഖ്യയാണ്. അത് നമ്മൾ ഇതിന് എന്ത് ചെയ്യാണ്? അപ്പൊ OA എത്രയെന്ന് കാണണം, അതേപോലെ തന്നെ AB എത്രയെന്ന് കാണണം. അതിനിതാ ഞാൻ ഫസ്റ്റത്തെ രണ്ടെണ്ണം എടുത്തതാ, ഇവിടെ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്തു. 1 × OA 1 × 0.8 0.8. അപ്പൊ OA കിട്ടിയ എത്രയാ? 0.8. ഇനി ഈ 1/1ഉം AB/6 മൾട്ടിപ്ലൈ ക്രോസ് ആയിട്ട് ചെയ്യാം. അപ്പൊ 1 × 0.6 0.6 കിട്ടും. then 1 × AB എന്ന് കിട്ടും. അപ്പൊ AB 0.6 എന്ന് കിട്ടും. ഇവിടെ ഇങ്ങോട്ടുള്ള നീളം 0.6. അപ്പൊ ആദ്യം എക്സ് കോർഡിനേറ്റ് എഴുതണം. എക്സ് കോർഡിനേറ്റ് ഏതാണ്? ഈ നീളം അല്ലെ. അത് എത്രയാ? 0.8. എവിടെ 0.8? ഇവിടെ ഒരു 0.8 ഉണ്ട്. അവിടെ മൈനസ് ഉണ്ട് അല്ലെ. മൈനസ് വരുമോ ശരിക്ക്? എക്സ് ആക്സിന് വരും, കാരണം ഇത് O ആണ് ഒറിജിൻ. O ആണ് ഒറിജിൻ അല്ലെ. O ആണ് ഒറിജിൻ. ഒറിജിനിൽ നിന്നും ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ നെഗറ്റീവ് സൈൻ വരും. അപ്പൊ -0.8. പക്ഷെ y ആക്സിൽ മൈനസ് വരുമോ? ഇല്ല, കാരണം y ഇപ്പോഴും മുകളിലോട്ട് തന്നെ പോകുന്നത്. അത് ഇപ്പോഴും തന്നെ ആയിരിക്കും, പോസിറ്റീവ് തന്നെ ആയിരിക്കും. അപ്പൊ 0.8 0.6 ഓപ്ഷൻ ബി. ഓക്കെ, ഇത് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നമ്മൾ PYQ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, എക്സാം കിട്ടട്ടെ, ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.
ഇനിയും അടുത്ത സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളും അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള PYQ ക്വസ്റ്റ്യൻസും അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും കാണാം. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ എന്താ പറയുക കേട്ടിട്ടിന് അപ്ലൈ ചെയ്യുന്ന മാത്സിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ എന്ന് കരുതുന്നു. ഓക്കെ, ദെൻ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. ആൻഡ് വാട്ട് എവർ ഇറ്റ് ഈസ് ഇറ്റ്സ് യുവർ ചോയ്സ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ദെൻ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവിധ ആശംസകളും. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സീ യു സൂൺ. ബൈ.